അച്ചാർ നിങ്ങൾ കഴിച്ചെങ്കിണ്ടല്ലോ നിന്ന് കറങ്ങും. നമുക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് വന്നിട്ട് ഒരു പാക്കറ്റ് ഫുള്ള് 1 കിലോ ഉപ്പ് കുത്തി നിറച്ചിട്ടുണ്ട്. അടിപൊളി അച്ചാറാവും. ഇതിലേക്ക് മുളകെല്ലാം ഇടുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സപ്പോർട്ടാക്കണം. ഈ അച്ചാർ ഈ ലോകത്തിന് ഏറ്റവും വില കൂടിയ അച്ചാറാവും. സുഹൃത്തുക്കളെ, അച്ചൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അച്ചാറുണ്ടാക്കണം. മാങ്ങ മുടി കൊടുത്തിട്ടുണ്ട്. നല്ല മാങ്ങ മുടി കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 കിലത്തിൻ്റെ അത്ര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ അച്ചാറിടണം. എന്താ വെച്ചാൽ നമ്മൾ ഈ അച്ചാറുണ്ടല്ലോ പെസൽ അച്ചാർ, പണ്ടത്തെ രീതിയിലിടുന്ന ആ രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോ കാണി. സ്കിപ്പാക്കണ്ട. സ്കിപ്പാക്കി നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ഫുള്ളായിട്ട് കണ്ടോറി, ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ഈ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണമല്ല. പണ്ടൊക്കെ ഇങ്ങനല്ല, ഇപ്പോൾ കിടന്നു. ഇപ്പോൾ മാങ്ങ 1 കിലോ കൊടുന്ന് അതിനെ മുറിച്ചിട്ട് ആ രീതിയല്ലേ. ഇത് ആ രീതിയല്ല. ഉപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കാനുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. ഒരു നഷ്ടപ്പെടലില്ല നിങ്ങൾക്ക്. ഇത് കണ്ടാലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്നത്, അത് കഴിഞ്ഞിട്ട് മുളകെല്ലാം വിടുന്ന വീഡിയോ അടുത്തിട്ട് തന്നെ ഇട്ടു. ഓക്കെ. അപ്പോൾ ഇത് 2 മാസം വെക്കണം ഉപ്പിലിട്ടിട്ട്. നല്ല ഒന്ന് മജ്ജാണോ, എന്നാലേ അച്ചാർ പോലെ ആവുള്ളൂ. 2-3 1 കൊല്ലോ എത്ര വെച്ചെങ്കിൽ മോശമല്ല. അത് ഒന്നും ആവില്ല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ല ഉപ്പിലെല്ലാം ഇട്ടിട്ട് ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. ഇതിൽ എന്തെല്ലാം സംഭവിക്കുന്നത്, ഇത് എത്ര വെടുക്കാവും, എങ്ങനെ എല്ലാം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ മാങ്ങ എല്ലാം ഒന്നാകെ പൊട്ടിച്ച് വെച്ചിട്ട് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം തുടച്ച് മതി. അതിൻ്റെ ചൊനയൊന്നും തുടച്ച് കളയണ്ട. അതിൻ്റെ ഇതുണ്ടല്ലോ, അച്ചാനയുണ്ടല്ലോ, അതൊന്നും തുടച്ച് കളയണ്ട. അതെല്ലാം വേണം, ആവശ്യമുണ്ട്. അതെല്ലാം ഇട്ടാലേ നല്ല മജ്ജയാവും. ഇല്ലെങ്കിൽ എല്ലാം വെടുക്കായിട്ട് പോകും മാങ്ങ. അങ്ങനെയുണ്ട്. കറുപ്പ് കളർ വരും. ചെനയില്ലാങ്ങണ്ടല്ലോ, കറുപ്പ് കളർ വരും. അപ്പോൾ നമുക്ക് മാങ്ങൻ്റെ പണി ഏകദേശം കഴിഞ്ഞ്. ഇതിനെന്ത് ചെയ്യണം, നല്ല കുപ്പീൻ്റെ ഭരണയിൽ നമുക്ക് ഉപ്പ് ഇട്ടിട്ടൊന്ന് റെഡിയാക്കേണ്ടതാ. നോക്കിക്കോറി, ഫുള്ളായി നോക്കിക്കോറി. വീഡിയോ നല്ല ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേജാറാക്കണ്ട. നിങ്ങൾ വീഡിയോ നല്ല കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് മാങ്ങ ഇട്ട് അതിലേക്ക് ഉപ്പിട്ട് പിന്നെയും മാങ്ങ ഇട്ട്. അപ്പോൾ ഈ ഭരണിക്ക് ഞാൻ ഈ കുപ്പിക്കുണ്ടല്ലോ 1 കിലോ ഉപ്പിട്ടിട്ടുണ്ട്. ഫുള്ള് നോക്കി, എന്നാലും നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഉപ്പ് നല്ല കുത്തി നിറച്ച് പറയും. ഓക്കെ. അപ്പോൾ നല്ല ഇതാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാണ്ടറിയോ, നമുക്ക് ഈ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് മുളകെല്ലാം ഒന്ന് അരച്ചു വിടാണ്ട്. മുളക്, കടുക്, ഈ അച്ചാറുണ്ടല്ലോ, നമ്മളെ ലോകത്തിൽ തന്നെ ഈ ലോകം കറങ്ങും ഈ അച്ചാറിൽ. ഒന്ന് ഫുള്ളായി നോക്കിക്കോറി. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നമ്മളെ പണ്ട് ചെറുപ്പത്തിലുണ്ടല്ലോ, ഇങ്ങനെയാണ് ഉമ്മ ഉമ്മമ്മ നമ്മുടെ വലിയൊരു മാങ്ങാൻ്റെ മരം ഉണ്ടായിടാം. അതെല്ലാം പറിക്കാൻ പോയി അല്ലോ ഫുള്ള് പിടിക്കും. ഫസ്റ്റ് പറിച്ചിട്ട് നമ്മൾ പട്ടടക്കല്ല കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അക്കാലെല്ലാം പോയി. ഇപ്പം എല്ലാം അങ്ങനെ ആരെങ്കിലും കൊണ്ട് കൊടുക്കും. പിന്നെ കുഞ്ഞുമാൻട്രൊക്കെ ഉണ്ടാവും മാങ്ങ കൊണ്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ എല്ലാ പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളത് ഫുള്ള് കുപ്പീൻ്റെ ഭരണയിൽ കഴിഞ്ഞ് അതിൽ ഫുള്ളായി. അടുത്തതിൽ പിന്നെ ഒന്നും ഫുള്ളാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ, പകുതി ഉണ്ടാവുള്ളൂ. അതിന് ഉപ്പിടണം. ഒരു മുക്കാൽ പാക്കറ്റ് ഇട്ട് പറയും. ഉപ്പ് അധികം ഒന്നും ആവില്ല. ഓക്കെ. നോക്കിക്കോറി. അത് കഴിഞ്ഞ് അതിന് ഫുള്ള് ഉപ്പിട്ടിട്ട് വെച്ചെങ്കിൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കതിന് ബാക്കിയുള്ള പരിപാടികൾ. ബാക്കിയൊന്നുമില്ല. ഇപ്പോൾ നമുക്കെന്ത് ചെയ്യാനില്ല. ഇതിന് 2-3 മാസം വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് മുളകെല്ലാം ഇട്ടെങ്കിൽ മുളകും കടുകെല്ലാം നരച്ചിട്ട് നല്ലതായിട്ട് അതെല്ലാം ഞാൻ വീഡിയോ ഇടാം. അടുത്ത വീഡിയോ ഇടാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. അതിന് മുളക് ഇടുന്നതല്ലോ അത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തെന്ന് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഭ്രാന്തായെന്ന് വിചാരിക്കും. ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം അങ്ങനെ വിചാരിക്കും. നമ്മൾ കുറേ ഇത് കണ്ടത്.
നമ്മളെ പോലെ ഇങ്ങനെ ആയിക്കൊണ്ടായത്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കിടന്ന് കാണുന്നു, പീടിന്ന് അച്ചാർ കൊടുന്ന് കഴിച്ച്. പിന്നെ ഇങ്ങനെ ആക്കലുമില്ല എല്ലാവരും. ഇതെല്ലാം ഒരു പെസലാണ്. ഇങ്ങനത്തെ ഒരു അച്ചാർ ഇപ്പോൾ ആരും ഉണ്ടാക്കില്ല. ഇതെല്ലാം ഒരു പെസൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി. അവിടെ ഇതാണ് ഒരു മജ്ജ. ഇത് കണ്ട ഫുള്ളായിട്ട് മാങ്ങ പകുതി ഇട്ട് എന്നിട്ട് ഉപ്പിട്ട് പിന്നെ മാങ്ങ ഇടുക, എന്നിട്ട് ഉപ്പിടുക, ഫുള്ളായിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല ടൈറ്റ് ബന്ധാക്കിയിട്ട് വെക്കാടെ. ഒരു കൊല്ലം എത്ര കൊല്ലം വെച്ചെങ്കിൽ എന്താല, ഒരു കൊല്ലം വെക്കുന്ന ആളുണ്ട്. നമ്മളെ പോലെ തന്നെ പിന്നെ ഒരു കൊല്ലം വെച്ചുകൊണ്ടായി ഇങ്ങനെ ഉപ്പിലിട്ടിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ മുളകെല്ലാം ഇടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ ബൈ.